ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊറിയൻ പാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പം അതുണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്: മുട, പാല്, മൈദ, പഞ്ചസാര, വാനില എസൻസ്. ഇനി ഇത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലോട്ട് പഞ്ചസാര ചേർക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് മൈദ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് പാല് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പാലാണ്. 250 ml കപ്പിൽ 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് മൈദയാണെങ്കിൽ അതിൽ 1.5 കപ്പ് അളവിൽ പാലെടുക്കുക. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, യെല്ലോ കളർ കിട്ടാനാണ്. അപ്പോൾ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് നമുക്കിതാ കണ്ടോ, ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത് കേട്ടോ. മാവ് ഒരുപാട് കട്ടിയില്ല, എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത ഈ ഒരു പാകത്തിന് നമ്മൾ മാവ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടും. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവണേ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കൂടി ചെയ്യണേ. ഇനി വന്ന് നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിന് മുകളിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും കുറച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി. അത് ഫസ്റ്റ് ദോശ ചുടുന്ന സമയത്ത് മാത്രം തടവിയാൽ മതി, പിന്നെ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതാ 1 കപ്പ് മൈദ പാനിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ഒരു ഭാഗം റെഡിയായി വരും. അപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടാലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ദോശ റെഡിയായി വരും. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അതുപോലെ എല്ലാ ദോശയും ഇതേ അളവിൽ പാകത്തിന് നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. 2 നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും നാരില്ലാത്ത മാങ്ങയാണ്. അതുപോലെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. ക്രീം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ക്രീം ബീറ്റ് ചെയ്യാൻ ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനി ഓരോ ദോശയായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ആ ദോശയുടെ മുകളിലായിട്ട് ആദ്യം ഇതുപോലെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാരില്ലാത്ത മാങ്ങ തന്നെ എടുക്കാൻ നോക്കാം. നല്ല പഴുത്ത നാരില്ലാത്ത മാങ്ങ എടുക്കാൻ നോക്കാം, മധുരമുള്ള. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ക്രീം നമ്മൾ വെച്ച് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി പാൻ കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാണല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഇനി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകിട്ട് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എല്ലാ പാൻ കേക്കും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഇതുപോലെ കഴിക്കാനും ടേസ്റ്റാണ്, എന്നാൽ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.